أشهد أن لا إله إلا الله أشهد أن لا إله إلا الله أشهد أن محمدا رسول الله اللهم رب هذه الدعوة التامة والصلاة القائمة هات محمد الوسيلة والفضيلة والدرجة الرفيعة وابعثه مقاما محمودا الذي وعده. മക്കളെ ബാങ്ക് കൊടുത്തു, ഇങ്ങ് കേറി വാ. ശരി ഉമ്മ. കൈയും കാലും കഴുകി ഒളുവെടുത്ത് നമസ്കരിക്കാൻ നിന്നോളൂ, ഞാൻ ഇപ്പോ വരാം. ഉമ്മ ഈ എനിക്ക് ടോയ്ലറ്റിൽ കയറിയപ്പോ ഇടതുകാൽ അല്ലാട്ടോ വച്ചത്, ദുആയും ചൊല്ലിയില്ല. അത് ഞാൻ മറന്നു പോയതാ ഉമ്മ. അല്ല, ഈ ഇക്കാക്ക് ആ ദുആയൊന്നും ചൊല്ലാൻ അറിയില്ല, അതുകൊണ്ടാണ്. എനിക്ക് അറിയാം ദുആ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബായിസി. വാ വാ നമസ്കരിക്കാം. അബു വന്നിരുന്നു ഖുർആൻ ഓതിക്കേ. ആ ശരി ഉമ്മ. ഉമ്മ, ഈ ഖുർആൻ എവിടെയാണ് അവതരിച്ചത്? അത് മക്കത്ത് നമ്മുടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിറന്ന മണ്ണിൽ. ഉമ്മ ഒരു പാട്ട് പാടിത്തരട്ടെ? ആ ഉമ്മ, കേൾക്കട്ടെ. പരിശുദ്ധ ഖുർആൻ വന്നിറങ്ങിയതിവിടം, പരിപൂർണ്ണ റസൂലുള്ള പിറന്നതുമിവിടം, നിസാമിക കവിതകൾ ഉറവിട്ടതിവിടം, മസനവിക്കുറവയാമറവിക്കെട്ടിവിടം. അബു, ഖുർആനിൽ ആദ്യമായി ഇറങ്ങിയ ആയത്തേതാണ്? അതെനിക്ക് അറിയാം ഉമ്മ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റഅ വറബ്ബുക്കൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. മാഷാ അല്ലാഹ്, മിടുക്കൻ. അയ്യോ, എന്റെ ബേബി ഉറങ്ങുമായിരുന്നു. എണീറ്റോ എന്ന് നോക്കട്ടെ. എണീച്ചല്ലോ. അറയ്ക്കിൽ നിന്ന് എഴുന്നേൽക്കുമ്പോഴുള്ള ദുആ ചൊല്ലിക്കേ. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. ഉമ്മ, ഇന്ന് ടീച്ചർ പറഞ്ഞു നമ്മുടെ മാതാപിതാക്കളിൽ ഉമ്മയെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടതെന്ന്. അതേ മോനെ, ഉമ്മമാരാണ് നിങ്ങൾക്കു വേണ്ടി ഏറ്റവും കൂടുതൽ ത്യാഗം സഹിക്കുന്നത്. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യൽ. നിങ്ങൾ ഈ പാട്ട് കേട്ടിട്ടില്ലേ? കനിവിൻ്റെ കടലായ എഴുതിയാൽ തീരാത്ത ദുനിയാവിലെ സുവർഗമാണെൻ്റെ പൊന്നുമ്മ. ഏറെ പറഞ്ഞാലും തീരില്ല ആ പൂമഹിമ.
അസ്സലാമു അലൈക്കും. എന്താ ഇവിടെ ഒരു പാട്ടും ബേത്തുമൊക്കെ? വഅലൈക്കും സലാം ഉപ്പ. ഇതാ രണ്ടുപേരും കൂടെ കഴിച്ചോ? നിങ്ങൾ എന്നാ ഇത്രയ്ക്ക് വൈകിയത്? ഞാനാ മരിച്ചുപോയ അലിയുടെ വീട്ടിലൊന്ന് പോയതാ. ആ മക്കളുടെ മുഖം കണ്ടാൽ സഹിക്കില്ല. എന്താ ചെയ്യാ? അടച്ചവന്റെ വിധിയെ തടുക്കാൻ ആർക്കെങ്കിലും പറ്റോ? എന്താ ഉപ്പ, എന്ത് പറ്റി? ഒന്നുമില്ല. നിങ്ങളുടെ പ്രായത്തിലുള്ള ആ മക്കൾ ഇപ്പോൾ യത്തീമായല്ലോ എന്നോർത്തിട്ടാ. യത്തീമോ? അതെന്താ? മോളെ, ആ മക്കളുടെ ഉപ്പ മരിച്ചില്ലേ? ഇനി ആ മക്കൾ യത്തീമാണ്. ഇനി ആ കുട്ടികൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കൽ നമ്മുടെ ബാധ്യതയാണ്. റൂബി, ആ പാട്ടൊന്ന് പാടിക്കൊടുത്തേ. വർഷിക്കും സഹായം മുത്ത് റസൂലിന്റെ മൊഴികളറിഞ്ഞുള്ള മുത്തഖീങ്ങൾക്കാണ് സ്വർഗത്തിലെത്താഴം. എല്ലാവരും ഒന്നിങ്ങ് അടുത്തു വന്ന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം. സൂറത്തുൽ സൽസലയിൽ അല്ലാഹു നമുക്ക് ഒരു സൂചന നൽകുന്നുണ്ട്. അതെനിക്കറിയാം. ഭൂമികുലുക്കത്തിനെ പറ്റിയുള്ള സൂറത്തല്ലേ? ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ. അത് തന്നെ. അന്ത്യനാളിലെ ഭയാനകമായ സംഭവങ്ങളെക്കുറിച്ചാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഇന്ന് മാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിന് സമാനമായ സംഭവങ്ങളാണ്. ഭൂമികുലുക്കങ്ങളും രോഗങ്ങളും കൊണ്ട് അല്ലാഹു നമ്മളെ പരീക്ഷിക്കുന്നു. കരളലിയിപ്പിക്കുന്ന ദൃശ്യങ്ങൾക്ക് നാം അനുദിനം സാക്ഷിയാവുകയാണ്. ذلك عالم الغيب والشهادة العزيز الذي أحسن كل شيء خلقه الإنسان من طين ثم جعل نسله من سلالة من ماء مهين ثم سواه ونفخ فيه من روحه وجعل لكم السمع والأبصار والأفئدة. ഇത്രയൊക്കെ ഉള്ളു മനുഷ്യന്റെ കാര്യം. ഒരു മുന്നറിയിപ്പുമില്ലാതെ ഇന്നല്ലെങ്കിൽ നാളെ നമ്മളും പോകും. ഇന്നലെ കണ്ടതാ അലീനെ, ഇന്നവൻ ജീവിച്ചിരിപ്പില്ല. ജീവിച്ചിരിക്കുന്ന കാലത്ത് മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ നല്ലത് ചെയ്ത് ജീവിച്ചാൽ അവനവന്റെ ആഹിറം വെളിച്ചത്തിലാവും. എല്ലാവിധ പരീക്ഷണങ്ങളെ തൊട്ട് അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. ആമീൻ. കെട്ടുകൾ